കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് 1857 സ്ഥാപിതമായിരിക്കുന്ന തിരുവനന്തപുരം മൃഗശാല. വലിയ മൃഗങ്ങൾക്കും പെട്ടിക്കൂടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉരകങ്ങൾക്കും പ്രസിദ്ധമാണ് ഇവിടെ. മൃഗശാലയിലെ പ്രധാന ഉരകങ്ങൾ രാജവെമ്പാല, അനാക്കോണ്ട, പെരുമ്പാമ്പ്, ഇന്ത്യൻ കോബ്ര, അണലി, ചേര എന്നിവയൊക്കെയാണ്. ഈ ഉരകങ്ങളെ പ്രത്യേകതയോടെയാണ് സംരക്ഷിക്കപ്പെടുന്നു എന്ന കാര്യം മൃഗശാലയുടെ ഒരു പ്രത്യേകതയാണ്. അവയ്ക്കുള്ള വാസസ്ഥലം പ്രകൃതിയുടെ ഒരു അനുകരണം പോലെയാണ്. ഇത് സന്ദർശകരെ പ്രകൃതിയോട് കൂടുതൽ അടുക്കുവാൻ സഹായിക്കുന്നുണ്ട്. സംരക്ഷണവും പരിപാലനവും ലഭിക്കുന്ന ഒരു വിഭാഗമാണ് തിരുവനന്തപുരം മൃഗശാലയിലെ പാമ്പുകൾ. ഇവയുടെ സംരക്ഷണത്തിനും സന്ദർശകരുടെ സുരക്ഷയ്ക്കും മൃഗശാല അനുകൂലമായ അനുഭവങ്ങളാണ് ഒരുക്കുന്നത്. രാജവെമ്പാല കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷമുള്ള ഒരിനം പാമ്പാണ്. സാധാരണയായി മൃഗശാലയിൽ പ്രത്യേക അക്വേറിയത്തിലാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. ഇന്ത്യൻ കോബ്രയെ പ്രധാനമായും കണ്ടുവരുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ്. ഇനിയും പൈത്തൺ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമിത വലിപ്പത്തിലുള്ള വിഷമില്ലാത്ത ഒരു ഇനം പാമ്പാണ് പൈത്തൺ. വിഷമില്ലാത്ത പാമ്പുകൾ മനുഷ്യർക്കും മൃഗശാല ജീവനക്കാർക്കും അപകടമില്ലാത്തവയാണ്. പാമ്പുകൾക്ക് തങ്ങളുടെ സ്വാഭാവിക ജീവിതശൈലിയിൽ ജീവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ബഹിരാകാശവും ചെടികളുമായി സമൃദ്ധമായ ഇടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം നൽകുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളുമുണ്ട്. പ്രൊഫഷണൽ വെറ്റിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് പാമ്പുകളുടെ ആരോഗ്യം സംരക്ഷണം. പാമ്പുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി 24x7 CCTV ക്യാമറകൾ കൊണ്ടുള്ള നിരീക്ഷണ സംവിധാനവും ഇവിടെ ഉണ്ട്. ആളുകൾ പാമ്പുകളെ ആവശ്യമില്ലാതെ ഭീഷണിപ്പെടുത്താതിരിക്കാനും ഈ സംവിധാനം സഹായിക്കുന്നു. മൃഗശാലയിലെ ഉരകങ്ങൾക്ക് ആവശ്യമായ ചൂടും ഈർപ്പവും ലഭിക്കുന്നതിന് വിധത്തിലാണ് ഇവയുടെ കൂടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാമ്പുകളുടെ പ്രധാന ആഹാരം മൃഗങ്ങൾ, ചെറിയ പക്ഷികൾ, മത്സ്യങ്ങൾ, ചെറിയ ഇനം പാമ്പുകൾ എന്നിവയൊക്കെയാണ്. അതീവ ഗ്രഹണശേഷി ഉള്ളതിനാൽ ഉരകങ്ങൾക്ക് ചൂടും തണുപ്പും മാനേജ് ചെയ്യുന്നതിനുള്ള ഹീറ്റിംഗ് സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൃഗശാലയുടെ പരിപാലനം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അനുസരിച്ചാണ് നടത്തുന്നത്. മൃഗങ്ങൾക്കെതിരെയുള്ള ചൂഷണം ഒഴിവാക്കുന്നതിനും കർശന നിയമങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.